ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. దని ద పమ పదని ద పమ గరి గమ పదని సని మగరి సని ద పమ గరి గమ పద సరి గమ పని సరి గమ పకాల సరి గమ ప దని ద పద దని గరి ని నిద మగరి సరి గమ రి గమ ప గమ పద మ పదని గరి రి స సని నిద దప గరి రిస సని నిద దప గరి రిస సని నిద దప గరి సని దప హరి గమ పరి గమ పద గమ పదని గరి సని ద రిస నిద ప సని దపద రి గమ పద సరి గమ పని సరి గమ పక్కాల. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ. ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാം മോഹം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം. പുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം. ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം. ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഭംഗിയായിട്ട് പാടിയായി. നല്ല രസമായിട്ട് പാടി. നന്നായി പാടി കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു. എൻ്റെ സന്തോഷം. അടിപൊളി അടിപൊളി നന്നായിട്ട് പാടി. താങ്ക് യു. അജിയെ ഈയിടെ മുതലാണ് കേട്ടു തുടങ്ങിയത്. നല്ല പാട്ട്, നല്ല ഫീലോട് കൂടി പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാനൊന്ന് പ്രകടിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ മനസ്സിൽ അതൊരു വെമ്പലാവും. അത് കലക്കിയിടാം, അത് കലക്കി.
അതെ അത് ആദ്യമായിട്ടാണല്ലേ അതിഥി ഒരാള് റെസ്പോൺസ് ഇതേമാതിരി. നമ്മള് സാധാരണ ബാക്കിയുള്ളവര് പാടുമ്പോ ഇമോജീസ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതെ അതെ പക്ഷെ നമ്മളെ റെസ്പോൺസിന് ഇങ്ങനെ എന്നെ കാണുന്നത് എന്നെ പ്രശംസിക്കാൻ മറ്റൊരു തന്റെ ആവശ്യമില്ല എന്നുള്ളത്. അല്ല അല്ല ഇത് ഒരു ഒരു ഇല്ല ഇല്ല ഞാൻ നല്ല സെന്റ് തമാശ ഭംഗിയായി അതെന്തായാലും അടിപൊളിയായി. ചിത്തുവേട്ടാ ഞാൻ കുറേ ദിവസമായി. വിചാരിച്ചതേ ദിദി, ഞാൻ താഴെ ഇരിക്കാൻ ഇന്നെന്ന് വിചാരിച്ചാ വന്നത്. പക്ഷെ ഈ പാട്ടിന്, അജിയുടെ പാട്ടിനെ കുറിച്ച് ഒന്നും പറയാതെ താഴെ ഇരിക്കുന്നത് ശരിയല്ല. ശരി, അല്ലാതെ മൂട്ട കടിച്ചിട്ടല്ല അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇത് അല്ലാതെ താഴെ ഇരുന്നവൻ മൂട്ട കടിച്ചിട്ടല്ല. അല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇട്ടോണ്ടിരിക്കേണ്ടി വരും. എന്ത് രസമായിരുന്നു. സന്തോഷം മുരളി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ജയ പഠിക്കും.